ഈ 205 കോടി രൂപ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാ? വിപണിയിൽ ഇടപെടാൻ. ഈ സർക്കാർ ഇത്രയും കാലമായിട്ട് വിപണിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇടതുമുന്നണി സർക്കാരിൻ്റെ തുടർ ഭരണവും അതിനു മുമ്പുള്ള ഭരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോ വിപണി ഇടപെടലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ ജയ അരിയുടെ വില ഞാൻ വാങ്ങിയിരുന്നത് 36 രൂപയ്ക്കാണ്. ഈ മാസത്തെ എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ഏകദേശം 2-ാം തീയതി 3-ാം തീയതിയാണ്. ഞാനത് പോയി വാങ്ങിയപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 53 രൂപയാണ്. അപ്പോൾ എന്താണ് ഈ വിപണിയിൽ ഇവർ ഇടപെടുന്നു പറയുന്നത്? പിന്നെ രസകരമായൊരു സംഭവമുണ്ട്. സപ്ലൈകോയ്ക്ക് വേണ്ടിയിട്ട് 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിന് അവർ പറയുന്ന വിശദീകരണം എന്താണ്? സപ്ലൈകോ സ്റ്റോറുകളുടെ നവീകരണം. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കുറെ കസാലകളും കുറെ ബെഞ്ചുകളും വാങ്ങിയിടണം. കാരണം സപ്ലൈകോയുടെ 13 സബ്സിഡി സാധനങ്ങൾ അവിടെ ലഭ്യമല്ല എന്ന് കണ്ട് ജനങ്ങൾക്ക് തലതെരിപ്പ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറെ ബെഞ്ചുകളും കസാലകളും വാങ്ങിയിട്ട് കൊടുക്കാനായിരിക്കണം ഈ 10 കോടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1525 കോടി രൂപ സബ്സിഡി ഇനത്തിൽ കൊടുക്കാനുള്ള സർക്കാർ ഈ സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു 150 കോടി രൂപ കൊടുത്തിട്ട് ജനങ്ങൾക്കൊരു സന്ദേശം പകരുകയാണ്. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കാം, സപ്ലൈകോയുടെ ഇന്നത്തെ അവസ്ഥ മാറ്റാം, കാലിയായ റാക്കുകളിൽ സാധനങ്ങൾ വരാനുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരു 150 കോടി രൂപ കൊടുക്കുന്നുണ്ട്. സപ്ലൈകോയുടെ ഒരൊറ്റ വിതരണക്കാര് സാധനങ്ങൾ കൊടുക്കാൻ തയ്യാറാകാത്ത അവസ്ഥയിലാണ് ഈ റാക്ക് കാലിയായിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ക്യാപ്ഷൻ എന്താ? അഷ്ടിക്ക് വകയില്ല. അഷ്ടിക്ക് വകയില്ലാത്തവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് തോന്നുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ശ്രീ അനിൽ നമ്പ്യാർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരു അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ഒരു മകള് ഒരു IT കമ്പനി ബാംഗ്ലൂർ പോയിട്ട് തുടങ്ങി എന്ന് വാശിയോടുകൂടി പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അഷ്ടിക്ക് വകയില്ലാത്തവരാണ് ജനങ്ങളെന്ന് എങ്ങനെയാ തോന്നുക? അതേ നാട്ടിലെ ഒരമ്മ മകൾക്ക് IT കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പെൻഷൻ പണം കൊടുക്കുമ്പോൾ തന്നെ 1600 രൂപ പെൻഷൻ കിട്ടാണ്ട് മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? അല്ല. അങ്ങനെ ഭരിക്കുമ്പോഴാണ് സപ്ലൈകോയ്ക്കും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സപ്ലൈകോ എന്ന് തോന്നുമാറ് സപ്ലൈകോയ്ക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് KSRTC എന്ന തോന്നല്. അതിനെ കരകയറ്റാനുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ഇത്ര ചെലവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ബഡ്ജറ്റ് അല്ല കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിദരിദ്രരെ ഒഴിവാക്കുമെന്നാണ് ഇവർ എല്ലാ കാലത്തും ഇപ്പോൾ കഴിഞ്ഞ 2-4 മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ അതിദരിദ്രരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം വാർഷികത്തിന് ഇവിടുത്തെ ഒട്ടുമിക്ക കവലകളിലും ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്നത് ദരിദ്ര കേരളം അല്ലാതാക്കി കേരളത്തെ സമ്പന്ന കേരളമാക്കി ഈ 7 കൊല്ലം കൊണ്ട് മാറ്റിയെടുത്തു എന്ന് പറയുന്നവർ തന്നെ ഇപ്പൊ പറയുന്നത് എന്താ? അതിദരിദ്രരെ ഞങ്ങൾ 2025 അവസാനത്തോടു കൂടി ഇല്ലാതെയാക്കും. അതിദരിദ്രരെ അപ്പോഴും കിടക്കുകയാണ് ഇവിടെ ദരിദ്രരായിട്ടുള്ള ഒരു വിഭാഗം. ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഈ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഒരു കർഷകന്റെ ശരാശരി പ്രതിദിന വരുമാനം 239 രൂപയാണ് എന്നതിൽ നിന്ന് അതൊരു 240 രൂപയാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ദേശീയ ശരാശരി 280 രൂപയാണെന്ന് പറയുമ്പോൾ 280 രൂപയാക്കണ്ട, ഈ 239 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഞാനൊരു കേര കർഷകനാണ് അനിൽ നമ്പ്യാർ. എനിക്ക് ഗുരുവായൂർ എൻ്റെ തറവാട്ട് വക വീട്ടിലൊരു 60 സെൻറ്റ് ഭൂമിയിൽ തെങ്ങ് കൃഷിയുണ്ട്. ആ കൃഷിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന തേങ്ങ ഞാൻ അവിടെ വിൽക്കുന്നത് പ്രതിമാസം കിട്ടുന്ന തേങ്ങ വിൽക്കുന്നത് ഒരു തേങ്ങയ്ക്ക് 9 രൂപ, പരമാവധി 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷേ എറണാകുളത്ത് സ്ഥിരതാമസക്കാരനാക്കിയ ഞാൻ ഇവിടെ അതേ തേങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോകുമ്പോൾ ഞാൻ 22 രൂപയും 25 രൂപയും ഒരു തേങ്ങയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ എന്താണ് ഇവർ ഈ പൊതുവിപണിയിൽ ഇടപെടുമെന്ന് പറയുന്നതിൻ്റെ എന്താണ് ഇവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. തൊടുപുഴയിലെ എൻ്റെ ഒരു സുഹൃത്ത് ഈ ചീനിമുളക് മാത്രം കൃഷി ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് അത് കിലോവിന് കിട്ടുന്നത് 200 രൂപയാണ് കിലോയ്ക്ക് കിട്ടുന്നത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകുമ്പോൾ. ഈ സാധനം ലുലു മുതലാളിയുടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം നാളെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു 890 രൂപ കിലോയ്ക്ക് എന്ന്. അപ്പോൾ ഇടനിലക്കാരെ സാധാരണ കർഷകന്റെ ഇടയിൽ നിന്നിട്ടുള്ള ഇടനിലക്കാര് സാധാരണ കർഷകരുടെ ഇടയിലും ഇത് വിപണിയിൽ എത്തിച്ച് വാങ്ങുന്നവരുടെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരുടെ ചൂഷണം തടയാൻ പോലും ഈ സർക്കാർ
കേവലം കഥകളി കാണുന്ന നമ്പൂതിരിയെ പോലെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലെ എന്ത് വിപണി ഇടപെടലിനാണ് ഇവർ ഈ 210 കോടിയോ 205 കോടിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അപ്പൊ സാധാരണക്കാരായ ജനങ്ങളുടെ യാതൊരുവിധ ബുദ്ധിമുട്ടും മനസ്സിലാക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ജനങ്ങൾ അത്രയധികം ശ്രദ്ധയോടുകൂടി നോക്കിയിരുന്ന ഒരു 60% ജനങ്ങൾ, ഞാനൊരു 40% ജനങ്ങൾ ബഡ്ജറ്റ് എന്താണ് എന്നറിയാത്ത ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഒരു 60% വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പ്രതീക്ഷിച്ചിരുന്നു സപ്ലൈകോയെ കരകയറ്റാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങേയറ്റം നിരാശാജനകമായ സാമ്പത്തിക അച്ചടക്കം ഒരു നിലയ്ക്കും പാലിക്കില്ലെന്ന് ഉറപ്പുള്ളൊരു സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഒരുവിധ ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണിത്. ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് അനിൽ നമ്പ്യാരെ ഒരു മിനിറ്റും കൂടി എനിക്ക് തരണം. ഈ ബഡ്ജറ്റ് വരുന്നതെന്ന് വളരെ യാദൃശ്ചികമായിട്ട് ഒരു പൊളിറ്റിക്കൽ കോയിൻസിഡൻസ് നടന്നിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ സംസ്ഥാന സർക്കാരിനെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കൊരു 57,500 കോടി രൂപ അവർ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന് കേന്ദ്ര സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഈ ബഡ്ജറ്റിന്റെ ദിവസം തന്നെ പുറത്തു വന്നത് യാദൃശ്ചികമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സാമ്പത്തിക മാനേജ്മെന്റിൽ അങ്ങേയറ്റം പരാജയപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പ്രധാനിയാണ്, മുഖ്യമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രവുമല്ല, അതിനവർ കോട്ട് ചെയ്തിരിക്കുന്നത് 5 or 6 സർവേ ഫലങ്ങളാണ് ഈ അഫിഡവിറ്റിന്റെ കൂടെ തെളിവായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമല്ല. അപ്പൊ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ABCD അറിയാത്ത ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും സ്വന്തം കുടുംബത്തിൻ്റെയും സ്വന്തം താല്പര്യങ്ങളുടെയും പേരിൽ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കൂടി നമ്മുടെ ജനങ്ങളുടെ സാധാരണ ജീവിതം അങ്ങേയറ്റം ദുരിതക്കയമാക്കാവുന്ന നിലയ്ക്കുള്ള ഒരു ബഡ്ജറ്റിൽ നമുക്ക് സപ്ലൈക്കൊക്കെ അവർ പൈസ നീക്കി വെക്കാത്തതിനെ കുറിച്ചിട്ട് അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.